അതിനകത്ത് രസം എന്താണെന്ന് വെച്ചാൽ അച്ഛൻ മരിച്ചു കഴിഞ്ഞപ്പോൾ അച്ഛനോടൊപ്പം ഉണ്ടായിരുന്ന ഈ അംഗങ്ങളെ മുഴുവൻ പുറത്താക്കിയിട്ട് ഇദ്ദേഹത്തിൻ്റെ പുതിയ പ്രസിഡൻറ്റിൻ്റെ കൂടെ നിന്ന ആളുകളെയാണ് നിയമിച്ചത്. മന്നത്ത് പത്മനാഭൻ എന്ന് പറഞ്ഞ മഹത് വ്യക്തി ഒരുപാട് കഷ്ടപ്പെട്ട് പല സ്ഥലത്ത് കയറി ഇറങ്ങി അദ്ദേഹം ഉണ്ടാക്കിയതാണ് ഈ NSSൻ്റെ സ്വത്തുക്കൾ. ഈ വലിയ വലിയ കോളേജുകളും ആസ്ഥാനവും എല്ലാം അദ്ദേഹത്തിൻ്റെ ഒറ്റയാളുടെ ശ്രമഫലമായി ഉണ്ടാക്കിയെടുത്തതാണ്. അന്ന് അച്ഛൻ കൂടിയതാണ്. പിന്നെ അച്ഛൻ്റെ കൂടെ അച്ഛൻ്റെ കൂടെ വളരെ സജീവമായിട്ട് വർഷങ്ങളോളം NSS നിന്നവരും അച്ഛനും ഒന്നിച്ച് സഹകരിച്ച്, അച്ഛൻ്റെ മാത്രം കഴിവാന്ന് ഞാൻ പറയില്ല, ആ കൂടെയുള്ള അംഗങ്ങളുടെയും കൂടെ സഹകരണത്തോടു കൂടിയായിരിക്കാം ആണ് NSSനെ ഇത്രയും വലുതാക്കിയെടുത്തത്. ജനകീയനല്ലെങ്കിൽ ഇത്രയും വർഷം പിടിച്ചു നിൽക്കാൻ പറ്റുമോ കൊട്ടാരക്കരയിൽ? നമസ്കാരം, വർത്തമാനത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പമുള്ള അതിഥി നമ്മുടെ കേരള രാഷ്ട്രീയത്തിലെ ഭീഷ്മാചാര്യനായിരുന്ന ശ്രീ മന്നാർ ബാലകൃഷ്ണപിള്ള സാറിൻ്റെ മൂത്ത മകളും മന്ത്രി KB ഗണേഷ് കുമാറിൻ്റെ മൂത്ത സഹോദരിയുമായ ഉഷ മോഹൻദാസാണ്. ശ്രീമതി ഉഷ മോഹൻദാസിനെ ഈ വർത്തമാന പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. നമുക്കറിയാം, കേരള രാഷ്ട്രീയത്തിൽ ഒരുപാട് വിവാദമായ സംഭവങ്ങളാണ് കഴിഞ്ഞ കുറേ കാലമായി നടക്കുന്നത്. പ്രത്യേകിച്ച് ആർ ബാലകൃഷ്ണപിള്ള സാറിൻ്റെ കുടുംബവുമായും NSSുമായിട്ടും ഒക്കെ ഈ കഴിഞ്ഞ ദിവസങ്ങളിലും ഒരുപാട് വിവാദങ്ങൾ നമ്മൾ മാധ്യമങ്ങളിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ നമ്മൾ കാണുകയും കേൾക്കുകയൊക്കെ ഉണ്ടായി. അപ്പോൾ അതിൽ ചില കാര്യങ്ങൾക്ക് നമുക്ക് വ്യക്തത വരാനുണ്ട്. അതിനെക്കുറിച്ച് ശ്രീമതി ഉഷ മോഹൻദാസ് ഞങ്ങളൊക്കെ ഉഷ ചേച്ചി എന്ന് വിളിക്കും. ആ ഉഷ ചേച്ചി നമ്മളോട് പങ്കുവയ്ക്കും. NSSും ബാലകൃഷ്ണപിള്ള സാറുമായി അഭേദ്യമായൊരു ബന്ധമാണ്. തീർച്ചയായിട്ടും അത് എനിക്ക് തോന്നുന്നു മന്നത്ത് പത്മനാഭൻ ഉള്ള കാലം മുതലേ NSSുമായിട്ട് നല്ല ബന്ധമാണ്. അപ്പോൾ ആ NSS ബാലകൃഷ്ണപിള്ള സാർ ഉണ്ടാക്കിയിട്ട് എനിക്ക് തോന്നുന്നു കൊട്ടാരക്കരയും പത്തനാപുരം ഒക്കെ സാറിൻ്റെ കീഴിലുള്ള NSS ആയിരുന്നു. അപ്പോൾ സാറ് പത്തനാപുരത്ത് പ്രസിഡന്റായിരുന്നു, പത്തനാപുരം താലൂക്ക് യൂണിയൻ്റെ പ്രസിഡന്റായിരുന്നെങ്കിലും കൊട്ടാരക്കരയും ഒക്കെ ബാലകൃഷ്ണ സാറിൻ്റെ കൂടെ നിൽക്കുന്നവരും ഒക്കെയാണ്. യഥാർത്ഥത്തിൽ ബാലകൃഷ്ണ സാറാണ് ഈ രണ്ട് താലൂക്ക് യൂണിയനും കൊണ്ട് നടന്നത്. ഇപ്പം കൊട്ടാരക്കര പ്രസിഡന്റ് അല്ലെന്നേ ഉള്ളൂ. സാറിന്റെ വീടിന്റെ തൊട്ട് മുമ്പിലാണ് NSSന്റെ ആസ്ഥാനം, കൊട്ടാരക്കര താലൂക്ക് യൂണിയന്റെ ആസ്ഥാനം. അവിടെ എന്ത് കാര്യം ഉണ്ടെങ്കിലും സാറിനറിയാതെ ഈച്ച പോലും അനങ്ങത്തില്ല എന്നുള്ളൊരു ബോധ്യമാണ് കൊട്ടാരക്കരക്കാരനായ എനിക്കും ഉണ്ടായിട്ടുള്ളത്. ആ NSSനെ കണ്ണിൽ കൃഷ്ണമണി പോലെയാണ് ബാലകൃഷ്ണ സാറ് കൊണ്ടുനടന്നത്. അങ്ങനെയാണ് ഞങ്ങൾ കണ്ടിട്ടുള്ളത്. എന്ത് പരിപാടിയൊന്നുമല്ല. NSS എന്ന് പറഞ്ഞാൽ ആദ്യം ബാലകൃഷ്ണ സാറിനെ ഞങ്ങൾ ഓർക്കുന്നത്. അപ്പോൾ എന്താണ് ആ ഒരു ബന്ധം വഷളാവാനുള്ള ഒരു കാര്യം? ഇപ്പം തലമുറ മാറിയപ്പോൾ അങ്ങനെ ഒരു കാരണം എന്താണ് ഉണ്ടായത്? അതായത് ഒരു കഴിഞ്ഞ 64 വർഷമായിട്ട് അച്ഛൻ ഈ പത്തനാപുരം താലൂക്ക്, അതായത് പുനലൂർ, അഞ്ചൽ, അതെല്ലാം ഉൾപ്പെടുന്ന ഒരു താലൂക്ക്, വലിയ താലൂക്കാണ്. ഇപ്പം NSSൻ്റെ ബാക്കി എല്ലാ താലൂക്ക് യൂണിയനേക്കാൾ വലുതും സമ്പന്നവുമായ ഒരു യൂണിയനാണിത്. അത് 64 വർഷമായിട്ട് അച്ഛനത് ഇപ്പം പറഞ്ഞ പോലെ ഈ കണ്ണിലെ കൃഷ്ണമണി എന്ന് പറഞ്ഞായിരിക്കും ശരി, അതുപോലെ കൊണ്ടു നടന്ന ഒരു സംരംഭമാണ് അത്. മാത്രമല്ല, ഈ 64 വർഷം മുമ്പ് അച്ഛന് വെറും 21 വയസ്സ് പ്രായമുള്ളപ്പോൾ ശ്രീ മന്നത്ത് പത്മനാഭൻ അവർകളാണ് അദ്ദേഹത്തെ ഇത് ഏൽപ്പിച്ചിട്ട് പറഞ്ഞു, നീ കീഴൂട്ട് രാമപിള്ളയുടെ മകനാണ്, നിനക്കിത് നന്നായി നോക്കി നടത്താനാവും എന്ന് പറഞ്ഞ് ഏൽപ്പിച്ച് അന്ന് മുതൽ അച്ഛൻ മരിക്കുന്നത് വരെ അതുപോലെ നോക്കി എന്നാണ് എൻ്റെ നല്ല എല്ലാവരുടെയും വിശ്വാസം. അതുമാത്രമല്ല, ബാക്കി താലൂക്ക് യൂണിയനേക്കാൾ വളരെ സമ്പന്നം എന്ന് പറഞ്ഞാൽ ഒരുപാട് കോളേജുകൾ, B.Ed കോളേജ്, MBA കോളേജ്, ഹോസ്പിറ്റല്, വസ്തുവകകൾ, ബിൽഡിങ്ങുകൾ, അങ്ങനെ ഒരുപാട് സമ്പത്തും അതിനു വേണ്ടി ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ NSSൻ്റെ മാത്രമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അച്ഛൻ്റെ കയ്യിൽ നിന്നും ഒരുപാട് പൈസ അച്ഛൻ അവിടെ ചിലവാക്കിയിട്ടുണ്ട്. അത് തങ്കപ്പൻപിള്ളയ്ക്ക് അറിയാമല്ലോ. പിന്നെ ഞാനാക്കി ആ ബാലകൃഷ്ണ സാറിൻ്റെ കൂടെ നടന്നുകൊണ്ട് ഒരു പേരും അഡ്രസ്സും എനിക്ക് ഉണ്ടായിട്ടുണ്ടെന്നുള്ളതല്ലാതെ ഒരു കട്ടൻ ചായ പോലും അദ്ദേഹത്തിൽ നിന്ന് കുടിക്കാൻ വെച്ചിട്ടില്ല. അദ്ദേഹം മേടിച്ച് കുടിക്കുകയില്ല, അദ്ദേഹം കുടിക്കുകയില്ല. തങ്കപ്പൻപിള്ള പറയുന്നത് കേട്ടു, ഒരു ചായ കഴിക്കത്തില്ല, ഒരു ചായ വാങ്ങി. ശരിയാണ്, അച്ഛൻ ചായ കുടിക്കില്ല, അച്ഛൻ ചായ കുടിച്ചിട്ടേ ഇല്ല. പക്ഷേ തങ്കപ്പൻപിള്ള വന്ന് ചായ വാങ്ങി കൊടുത്ത് കാണത്തില്ല, പക്ഷെ ചായത്തോട്ടം വാങ്ങി കൊടുത്ത് കാണും. അതായിരിക്കും എനിക്ക് പറയാനുള്ളത്.
ഈ NSS തങ്കപ്പൻപിള്ള അദ്ദേഹത്തിൻ്റെ ഈ സഹകരണ ബാങ്ക് എന്ന് പറയുന്നത് തന്നെ അച്ഛൻ്റെ പൈസയും NSSൻ്റെ പൈസയാണ്. എളമ്പൽ സഹകരണം അത് ദീർഘകാലം ആ സഹകരണ ബാങ്കിന്റെ പ്രസിഡന്റാണ് ഇപ്പോഴും അദ്ദേഹം പ്രസിഡന്റാണ്. അതെ. പിന്നെ അച്ഛൻ്റെ കൂടെ ഉണ്ടായിരുന്ന അച്ഛൻ്റെ കൂടെ വളരെ സജീവമായിട്ട് വർഷങ്ങളോളം NSS നിന്നവരും അച്ഛനും ഒന്നിച്ച് സഹകരിച്ച് അച്ഛൻ്റെ മാത്രം കഴിവാന്ന് ഞാൻ പറയില്ല, ആ കൂടെയുള്ള അംഗങ്ങളുടെയും കൂടെ സഹകരണത്തോടു കൂടിയായിരിക്കാം ആണ് NSSനെ ഇത്രയും വലുതാക്കിയെടുത്തത്. അച്ഛന് ഒരു പൈസ വീട്ടിലായാലും ശരി ഒരു യാത്ര പോകുമ്പോൾ കയ്യിൽ നിന്ന് ഒരു പൈസ എടുത്തൊരു ചായ കുടിക്കുകയോ ആഹാരം കുടിക്കുകയോ ചെയ്യുന്നപ്പോൾ അതും ഇല്ല. ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. 500 രൂപ നോട്ടുള്ളപ്പോ സാറ് ഒരു 500 രൂപ നോട്ട് മരിക്കുന്നവരെ ഇപ്പോഴും ഉണ്ട്. ഒരു 500 രൂപ നോട്ട് ആ പോക്കറ്റിൽ കിടന്നാൽ അവിടെ കിടക്കും. വർഷങ്ങളോളം ദ്രവിച്ച 500 രൂപ നോട്ട് ആ പോക്കറ്റിൽ കിടക്കുന്നത്. അച്ഛൻ ഒരു ചായ പോലും കുടിക്കുന്ന ഒരു പതിവില്ല. പിന്നെ ഈ പറഞ്ഞ പറ്റത്തില്ല ചായ കുടിക്കാൻ. ചായ എന്ന് പറഞ്ഞ കാര്യമേ അച്ഛൻ കുടിക്കത്തില്ല. അത് മാത്രമല്ല പൈസ ചിലവാക്കി ഇവിടുന്ന് ഒരു യാത്ര കോഴിക്കോട്ടോ കാസർഗോഡോ പോയാൽ കാസർഗോഡ് എത്തി ഗസ്റ്റ് ഹൗസിൽ എത്തി ആഹാരം കഴിക്കുകയുള്ളൂ. അതിന് ഇടയ്ക്ക് നിർത്തി ഒരു ആഹാരം കഴിക്കും. ഇതൊന്നും അച്ഛൻ്റെ ലിസ്റ്റിൽ ഞങ്ങളെ കുഞ്ഞായിരുന്നപ്പോൾ ഞങ്ങളെ യാത്ര കൊണ്ടുപോകുമ്പോൾ വിശന്ന് നമ്മൾ കാറിലിരുന്നാലും അതിന് അങ്ങ് എത്തിയിട്ട് പോരെ എന്ന് ചോദിക്കുന്ന ഒരു സ്വഭാവമാണ്. പിന്നെ ആഹാര കാര്യത്തിലൊക്കെ സാറ് വളരെ എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ ബഹറിനില് കൊട്ടാരക്കരക്കാരുടെ ഒരു കൂട്ടായ്മ ഉണ്ടായിരുന്നു, കൊട്ടാരക്കര അസോസിയേഷൻ. അപ്പോൾ ആ ബഹറിനില് അവരെല്ലാം കൂടെ കൊട്ടാരക്കര അസോസിയേഷൻ ഉണ്ടാക്കിയപ്പോൾ അന്ന് ബാലകൃഷ്ണ സാറിനെയാണ് കണ്ണം ചെയ്യാനായിട്ട് വിളിച്ചത്. അപ്പോൾ ഞാനും സാറും കൂടെയാണ് ഇവിടുന്ന് പോകുന്നത്. ഞങ്ങൾ ഒരുമിച്ചാണ് എന്നെ അവർ വിളിച്ചത്. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് പോയി. ഞാൻ സാറിൻ്റെ കൂടെ തന്നെയാണ് താമസിച്ചത്. സാറിൻ്റെ എല്ലാ കാര്യങ്ങളും സാറിൻ്റെ അന്ന് സത്യം പറഞ്ഞാൽ ഞങ്ങൾ 4 ദിവസം തന്നെ താമസിച്ചു. ചെന്ന് ഇറങ്ങി പോകുന്നത് തിരിച്ച് കയറി പോകുന്നത് തിരിച്ച് സാറിനെ കയറ്റി വിടുകയാണ്. ഞാൻ അവിടെ കുറച്ച് ദിവസം കൂടെ അവിടെ നിന്നില്ല പോയിരുന്നത്. അപ്പോൾ ആ 4 ദിവസം ഞാൻ സാറിൻ്റെ കൂടെ താമസിച്ചപ്പോൾ സാറിൻ്റെ ആ ദിനചര്യ എന്നെ പോലും അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. വളരെ ചിട്ടയോട് കഴിക്കുന്ന ആഹാരം തന്നെ വളരെ കുറച്ച് മുട്ടയുടെ വെള്ളക്കരുവും അതൊക്കെ വളരെ ആഹാരമൊക്കെ വളരെ ക്രമീകരിച്ചാണ് അത് കഴിച്ചത്. അതന്നെ ഡ്രസ്സൊക്കെ ചുളുക്കോലും പിന്നെ പറ്റാത്ത ഡ്രസ്സും ഒക്കെ. പിന്നെ എവിടെ പോയാലും ഇഡലി ദോശ വേണം. അതൊരു നിർബന്ധം. രാവിലെ ഇഡലി വേണം. രാവിലെ രാത്രി എല്ലാം ഇഡലി ദോശ മതി. ഊണിനോട് വലിയ താല്പര്യമില്ല. ആഹാരമൊക്കെ വളരെ നിയന്ത്രിച്ച് അതുകൊണ്ടാണ് അസുഖങ്ങളോ ആഹാര സംബന്ധമായ ഒരു അസുഖം വന്നില്ല. അങ്ങനെയുള്ള ബാലകൃഷ്ണ സാറ് ഈ അദ്ദേഹം പാർട്ടിയെ പോലെ സ്വന്തം പാർട്ടിയെ പോലെ തന്നെ കേരള കോൺഗ്രസ് പാർട്ടിയെ പോലെ തന്നെ അതിലും എനിക്ക് തോന്നുന്നു അതിലും കൂടുതലായിട്ടാണ് NSSനെ. അല്ല, രാഷ്ട്രീയപരമായിട്ട് അച്ഛന് പല അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ഇപ്പോൾ ഇടതു മുന്നണിയായാലും വലതു മുന്നണിയായാലും. പക്ഷെ എല്ലാ ഇതിൽ നിൽക്കുമ്പോഴും അച്ഛൻ NSSനെ കൈവിട്ടിട്ടില്ല. വേറൊന്നുമല്ല, അച്ഛനെ ഏൽപ്പിച്ച ആ ജോലി സത്യസന്ധമായിട്ട് മരിക്കുന്നവരിപ്പോൾ എനിക്കത് തീർത്ത് പറയാൻ പറ്റും. സത്യസന്ധമായിട്ടും വളരെ ആത്മാർത്ഥതയും കൂടി നിർവഹിച്ചതിൻ്റെ തെളിവാണല്ലോ ഈ യൂണിയൻ തന്നെ. അത് ബഹുമാനപ്പെട്ട സുകുമാരൻ നായർ സാറ് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം അതിൽ ഒരുപാട് മെനക്കെട്ട് ചെയ്തിട്ടുണ്ട്. അച്ഛൻ്റെ സ്വന്തം പൈസ എനിക്കറിയാം. ഓഡിറ്റോറിയം കിട്ടി, അച്ഛൻ്റെ സ്വന്തം പൈസ 1 കോടി രൂപയിലധികം വന്നിട്ടാണ് ആ ഓഡിറ്റോറിയം കിട്ടിയത്. വളർത്ത് അത് കഴിഞ്ഞ് അച്ഛൻ്റെ സ്ഥലം NSSന് കൊടുത്തു. അവിടെ ഒരു ഓഡിറ്റോറിയം കെട്ടി കൊടുത്തു. ഇത് നമ്മുടെ അറിവിൽ പലപ്പോഴും ഈ ഒരുപാടിങ്ങനെ NSSനെടുത്ത് ചിലവാക്കുമ്പം എൻ്റെ അമ്മ ഞങ്ങളാരും ചോദിക്കാനുള്ള ധൈര്യമില്ല. അമ്മ ചോദിക്കുമായിരുന്നു, അയ്യോ ഇത് നിങ്ങൾ മക്കൾ അനുഭവിക്കേണ്ടതല്ലേ, ഇതിങ്ങനെ NSSന് കൊണ്ട് ഇട്ടാൽ എങ്ങനെയാ? അപ്പോൾ അച്ഛൻ്റെ മറുപടി, ഇതിൽ കുറച്ച് മക്കൾ അനുഭവിച്ചാൽ മതി. അതുപോലെ ചാരിറ്റി, ക്യാൻസർ പേഷ്യൻസിന് സഹായം, പിന്നെ വിവാഹം, ആരുമില്ലാത്ത പെൺകുട്ടികൾക്ക് വിവാഹം, അങ്ങനെ ഒരുപാട് നല്ല കാര്യങ്ങൾ ഈ യൂണിയൻ ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പോഴൊന്നും ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പം ഒരു പത്മ കഫേയുടെ പേരിലുള്ള ഇതും അത് കണ്ടുപിടിക്കട്ടെ. അതിന് ഗണേഷ് കുമാർ ഒരു വാചകം പറഞ്ഞു, ആ വാചകം ഒന്ന് കേൾക്കാം. പണം ഉണ്ടാക്കാൻ വേണ്ടി ചെറ്റത്തരം കാണിക്കുന്നവന്മാര് അതിന്റെ പുറകെ നടന്ന് എല്ലാം നക്കിയെടുത്തതിന് ശേഷം ബാലാക്ഷയുടെ കാലിന്റെ അടി നക്കിയിട്ട് ഇന്ന് നാറിത്തരം കാണിച്ചിട്ടുണ്ടെങ്കിൽ അവരൊക്കെ ദൈവം കാണും, ജനങ്ങൾ കാണും എന്ന് മാത്രമേ പറയാനുള്ളൂ. ഇതേക്കുറിച്ച് എന്താണ് ചേച്ചിക്ക് പറയാനുള്ളത്? അച്ഛൻ്റെ കൂടെ നിന്നവരല്ല, തങ്കപ്പൻപിള്ള മാത്രമേ ഉള്ളൂ. അതിൽ തങ്കപ്പൻപിള്ള വേറെ 1-2 സീനിയേഴ്സേ ഉള്ളൂ അച്ഛൻ്റെ കൂടെ. ബാക്കിയെല്ലാം ഇദ്ദേഹത്തിൻ്റെ ആളുകൾ തന്നെയാണ്, ഇദ്ദേഹം കൊണ്ടുവന്ന ആളുകൾ തന്നെയാണ്. കാരണം അച്ഛൻ അങ്ങനെ ആരെയും വളരെ കാലിൻ്റെ കീഴിൽ കണ്ടിട്ടില്ല. എല്ലാവരെയും ഒരു സമമായിട്ട് പിന്നെ ഒരു കൂട്ടായിട്ട് എന്താ പറയുന്നത്, അങ്ങനെ അച്ഛൻ ആളുകളെ കണ്ടിട്ടുള്ളൂ. പ്രത്യേകിച്ച് NSS യൂണിയനിലെ അംഗങ്ങൾ എന്ന് പറഞ്ഞാൽ അച്ഛനുമായിട്ട് വളരെ സ്നേഹത്തിലും ബന്ധത്തിലും അവരുടെ വ്യക്തിപരമായ കാര്യങ്ങളിലും അച്ഛൻ ഇടപെട്ട് അങ്ങനെ കൊണ്ട് നടന്നിരുന്നത്. അതുകൊണ്ട് ഒരു എതിർപ്പില്ലല്ലോ. ഒരു പഞ്ചായത്ത് ഈ ഇലക്ഷന് പോലും അച്ഛനെ ഇലക്ഷൻ വെക്കേണ്ടി വന്നിട്ടില്ല.
ഇലക്ഷൻ എതിരില്ലാതല്ലേ തിരഞ്ഞെടുത്തുകൊണ്ടിരുന്നത് ഇത്രയും വർഷം. NSSന്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എതിരില്ലാതെ തർക്കമില്ല. ഇല്ല, കാരണം സാറിനറിയാം, ആളുകളെ അറിയാം. ഒരു കൊച്ചു കുട്ടികളെ പോലും അതെവിടുത്തെയാണ്, ഏത് ആൾക്കൂട്ടത്തിന്, അതാണ് സാറിന്റെ ഒരു പ്രത്യേകത. ഏത് ജനക്കൂട്ടത്തിന്റെ ഇടയിൽ നിന്നാലും, ഏത് മഹാസമുദ്രത്തിന്റെ ഇടയിൽ നിന്നാലും. ഞാൻ നേരത്തെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞല്ലോ, ഓരോ വോട്ടേഴ്സിനെയും പേരെടുത്ത് വിളിക്കാൻ അറിയാവുന്ന ഒരു MLA ആയിരുന്നു അദ്ദേഹം. ജനകീയനല്ലെങ്കിൽ ഇത്രയും വർഷം പിടിച്ചു നിൽക്കാൻ പറ്റുമോ കൊട്ടാരക്കരയിൽ? കൊട്ടാരക്കര പോലുള്ളൊരു സ്ഥലത്ത് കൊട്ടാരക്കര നമുക്ക് പറയുമ്പോൾ ആദ്യം ഓടി വരുന്ന ബാലകൃഷ്ണന്റെ മുഖമാണ്. കാരണം ബാലകൃഷ്ണ സാറിന് കൊട്ടാരക്കരയാക്കിയതില് വലിയ പങ്കാണുള്ളത്, വലിയ പങ്കാണ്. അച്ഛൻ്റെ ജീവിതത്തിൽ കൊട്ടാരക്കരയായിരുന്നു. കൊട്ടാരക്കര ഒരു ദിവസം മാറി നിൽക്കില്ലല്ലോ. ഏതെങ്കിലും ഞങ്ങളൊക്കെ നിർബന്ധിച്ചൊരു യാത്ര കൊണ്ടുപോയാൽ അവിടെ ചെന്ന് റിട്ടേൺ ടിക്കറ്റ് എപ്പോഴാണ്, റിട്ടേൺ ടിക്കറ്റ് എന്നെ ഒരു ദിവസം മുമ്പേ കയറ്റി വിടാമോ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഞങ്ങൾ ചോദിക്കും എന്താ ഇപ്പോൾ അവിടെ ചെന്നിട്ട് അത് അങ്ങ് പോകണം, എൻ്റെ ആൾക്കാർ എന്നെ കാണാൻ വരുമ്പോൾ ഞാൻ അവിടെ ഉണ്ടാവണം. അല്ലാതെ അങ്ങനെ സാറ് തിരുവനന്തപുരത്ത് വരുമ്പം അവിടെ ആളുകൾ ഇങ്ങനെ കൂടി നിൽക്കും, സാറ് എപ്പോഴാ വരുന്നത്. അത് അവിടെ ഈ ഔദ്യോഗിക കാരണത്തൊക്കെ വന്നതിന് ശേഷം പിന്നെ അവിടെ ചെല്ലുമ്പം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ആ ജീപ്പിനകത്ത് കയറിയ എന്റെ 99 അങ്ങനെ ഏതൊരു ആ ഒരു ജീപ്പിനകത്താണ് യാത്രയൊക്കെ. ഉമ്മലൂരും അവിടെ ഇവിടെയൊക്കെ പ്രാന്തപ്രദേശങ്ങളിലെല്ലാം കയറി ഇറങ്ങി അത് യാത്ര ചെയ്ത് ഏത് മരണ വീടുണ്ടെങ്കിൽ അവിടെയും പോയി. അല്ലെങ്കിലും പോകും. എനിക്കൊന്ന് ഈ മരണ വീട്ടിലും കല്യാണത്തിനൊക്കെ ബാലകൃഷ്ണ സാറിനെ കാണുന്ന ഒരു ജനപ്രതിനിധി ഈ വരുന്നത് ബാലകൃഷ്ണ സാറിനെ കണ്ടതിലൂടെയാണ്. ചുറ്റും ആളും കൂടും. അവിടെ വരുമ്പോ അവിടുത്തെ ആളുകൾ പല കല്യാണങ്ങൾക്കും മാല എടുത്തു കൊടുക്കുന്നത് സാറായിരുന്നു. അതെ, അച്ഛൻ്റെ കൈ ഒരു ഐശ്വര്യമുള്ള കൈയാണെന്നൊരു വെപ്പുണ്ട്. ഞങ്ങളുടെ ബന്ധുക്കളുടെ ആയാലും കൊട്ടാരക്കരക്കാരുടെ ആയാലും താലി എടുത്തു കൊടുക്കുന്ന ആണെങ്കിൽ അതൊരു ഐശ്വര്യമാണെന്നൊരു പഴയ ഉണ്ടായ ഒരു വിശ്വാസം നമുക്കുണ്ടത്. പക്ഷേ NSS ഇങ്ങനെ ഛിന്നഭിന്നമായി പോകുന്നതിന് വലിയ വിഷമമുണ്ട് എനിക്ക്. അത് ഒന്ന് കൂട്ടി നന്നായ രീതിയിൽ കൊണ്ടുപോകണമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. കാരണം കഴിഞ്ഞ 64 വർഷമായി ആ കീഴൂട്ട് കുടുംബത്തിന്റെ ഒരു കയ്യൊപ്പാണ് പത്തനാപുരത്തും കൊട്ടാരക്കരയിലും 2 താലൂക്ക് യൂണിയനിലും. പ്രത്യേകിച്ച് പത്തനാപുരത്ത് കീഴൂട്ടുന്ന ഒരാളില്ലാതെ ഒരു കമ്മിറ്റിയോ അല്ലെങ്കിൽ ഒരു സംവിധാനമോ NSSൽ ഉണ്ടായിട്ടില്ല താലൂക്ക് യൂണിയനിൽ. ഇപ്പൊ അങ്ങനെ ഒരു സംവിധാനം വന്നപ്പോഴത്തേന് അതിനകത്ത് നല്ല വിഷമമുണ്ട്. നല്ല വിഷമം എന്ന് മാത്രമല്ല, അവരെ കുറച്ചും കൂടെ നല്ല രീതിയിൽ കൊണ്ടുപോകണമായിരുന്നു എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഒരു കാര്യം, അച്ഛൻ ഇതെല്ലാം നേരത്തെ മനസ്സിലാക്കിയിരുന്നോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. കാരണം അച്ഛൻ്റെ കൂടെ ആരും ഇല്ലാതിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നല്ലോ, അവസാനത്തെ ദിവസങ്ങളിലല്ലേ കൂടിയത്. അപ്പോൾ ആ സമയത്ത് അച്ഛൻ എനിക്കാരുമില്ലെന്ന് എൻ്റെ ഭർത്താവിനെ കൂടെ കൊണ്ടുപോകുമായിരുന്നു NSSലേക്ക്. അദ്ദേഹം റിട്ടയർ ചെയ്ത് വന്നപ്പോഴത്തേക്കും അദ്ദേഹത്തിനോട് വരപ്പോൾ അദ്ദേഹത്തിന് വലിയ താല്പര്യമൊന്നുമില്ല, സത്യം പറയാം, അവിടെ പോയി നിൽക്കാനും NSSുമായിട്ട് ബന്ധപ്പെടുത്താം. പക്ഷേ അച്ഛൻ്റെ നിർബന്ധം കൊണ്ട് മാത്രം അദ്ദേഹം പൊയ്ക്കൊണ്ടിരുന്നു. അച്ഛൻ ഇത്രയും വിളിക്കുകയല്ലേ, ഒറ്റയ്ക്ക് പോവുകയല്ലേ, ഒരു കൂട്ട് വേണമെന്ന് അങ്ങനെ പോയി. അവിടെ ചെന്നു പ്രതിനിധി സഭയിൽ വരെ അച്ഛനെ എത്തിച്ചു. ഇപ്പം അദ്ദേഹത്തിന് NSS ആസ്ഥാനമായിട്ടുള്ള ബന്ധം വേറെ, കാരണം അദ്ദേഹം കോട്ടയം കളക്ടറായിരുന്നു. അപ്പോൾ ചങ്ങനാശ്ശേരിയായിട്ട് അന്ന് കിടങ്ങൂർ ബാലകൃഷ്ണപിള്ളയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ശ്രീ സുകുമാരൻ സാർ വന്നു, അവരുമായിട്ടൊക്കെ നല്ലൊരു ബന്ധം, നാരായണ പണിക്കർ സാറ്, അങ്ങനെ അവരുമായിട്ടെല്ലാം ഒരു നല്ല ബന്ധമുണ്ട്. കാലാകാലങ്ങളിൽ വന്ന NSSന്റെ നേതൃത്വത്തിൽ വന്ന ആളുകളുമായിട്ടെല്ലാം നല്ല ബന്ധമായിരുന്നല്ലോ. അല്ല, എൻ്റെ ഹസ്ബൻഡിൻ്റെ കാര്യം പറയുക, അദ്ദേഹം അങ്ങനെ അപ്പോൾ അവിടെ വരെ നിന്നു. അത് കഴിഞ്ഞ് അച്ഛൻ പറഞ്ഞു വൈസ് പ്രസിഡന്റ് ആവണം എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ഇലക്ഷൻ അച്ഛൻ സ്റ്റേജിൽ അനൗൺസ് ചെയ്തു, ഇങ്ങനെ എൻ്റെ ഹസ്ബൻഡ് മോഹനെ ഞാൻ വൈസ് പ്രസിഡന്റ്, കൂടെ വേറെ ആരും ഇല്ല, അന്ന് ഒറ്റയ്ക്കാണ് വൈസ് പ്രസിഡന്റ് ആകുന്നത്. അപ്പോൾ ഇദ്ദേഹം സ്റ്റേജിൽ കയറി പറഞ്ഞു, ഇല്ല ഞാൻ ആവുന്നില്ല, സീനിയറായിട്ടുള്ള ഗോപിനാഥൻ പിള്ള അദ്ദേഹം തന്നെ ഇരിക്കട്ടെ, ഞാൻ തിരുവനന്തപുരത്ത് ഒഫീഷ്യലായിട്ടുള്ള വർക്കുകളുണ്ട് അദ്ദേഹത്തിന്. ആരാണെന്ന് വൈസ് പ്രസിഡന്റ് അതല്ല വൈസ് പ്രസിഡന്റ്, അവിടുത്തെ പ്രായമുള്ള ഒരാളുണ്ടായിരുന്നു വൈസ് പ്രസിഡന്റ്, കുറേ നാളായിട്ടേ അദ്ദേഹമാണ്, അപ്പോൾ മരിച്ചുപോയി. അദ്ദേഹം ആയിക്കോട്ടെ ഞാൻ ആകുന്നില്ല, എനിക്ക് ഒഫീഷ്യലായിട്ട് ട്രിവാൻഡ്രത്ത് പല ജോലികളുള്ളതുകൊണ്ട് അവിടെ നിന്നേ പറ്റൂ എന്ന് പറഞ്ഞ് അദ്ദേഹം ഒഴിയുമായിരുന്നു ചെയ്തത്. പിന്നെ എൻ്റെയും അദ്ദേഹത്തിൻ്റെയും പേര് കുടുംബ വീട്ടിൽ നിന്നാണ് കരയോഗത്തിലേക്ക് പോയിരിക്കുന്നത്. ഞങ്ങളാണ് കുടുംബ വീട് എനിക്ക് എഴുതി വെച്ചല്ലോ, അച്ഛന് എഴുതി വെച്ച് കഴിഞ്ഞ് അതിൽ വളർത്ത വീട് കുടുംബ വീട് അല്ല മാറ്റി. അപ്പം വളർത്ത് കുടുംബ വീട് അച്ഛനൊരു അടഞ്ഞ വില്ല എഴുതി രജിസ്റ്റർ ചെയ്തായിരുന്നു, അതിനകത്ത് എനിക്കാണ് എഴുതി വെച്ചിരുന്നത്. അപ്പോൾ നീ ഇവിടെ താമസിക്കണം എന്ന് അച്ഛൻ പറഞ്ഞ് ഏൽപ്പിച്ചു, ജോലികളും ഏൽപ്പിച്ചിട്ടുണ്ട്. പക്ഷെ എൻ്റെ പേരിലായിരുന്ന സമയത്ത് എൻ്റെ ഹസ്ബൻഡിൻ്റെ പേരാണ് കരയോഗത്തിലേക്ക് പോയത്, അത് എല്ലാവർക്കും അറിയാം. ഇല്ല, മാറ്റി, അതെല്ലാം എടുത്ത് കളഞ്ഞു. അങ്ങനെ
NSSന്റെ ഇപ്പോഴത്തെ ഈ പോക്കില് വളരെയേറെ വിഷമമുണ്ട്. വളരെ വിഷമമുണ്ടെന്നല്ല, മന്നത്ത് പത്മനാഭൻ എന്ന് പറഞ്ഞ മഹത് വ്യക്തി ഒരുപാട് കഷ്ടപ്പെട്ട് പല സ്ഥലത്ത് കയറി ഇറങ്ങി അദ്ദേഹം ഉണ്ടാക്കിയതാണ് ഈ NSSന്റെ സ്വത്തുക്കൾ. ഈ വലിയ വലിയ കോളേജുകളും ആസ്ഥാനവും എല്ലാം അദ്ദേഹത്തിൻ്റെ ഒറ്റയാളുടെ ശ്രമഫലമായി ഉണ്ടാക്കിയെടുത്തതാണ്. അന്ന് അച്ഛൻ കൂടെ കൂടിയതാണ്. 20 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ കൂടെ കൊണ്ടുവരുന്നപ്പം അന്ന് എനിക്ക് ഓർമ്മയുണ്ട്, എൻ്റെ ചെറുപ്പ സമയമാണ്. ഞാൻ കുഞ്ഞായിരിക്കുന്ന സമയത്ത് പലപ്പോഴും ഞങ്ങളുടെ ഇവിടെ കുടുംബത്തിൻ്റെ മുമ്പിലത്തെ കസേരയിൽ ഇദ്ദേഹത്തെ രാവിലെ കാണാം. അച്ഛനെ കൂട്ടിക്കൊണ്ടുപോകാൻ വരുന്നതായിരിക്കാം. അപ്പം അദ്ദേഹം അവിടെ ഇരിക്കുമ്പോൾ ഞാൻ എന്നെ എടുത്ത് മടിയിൽ വെക്കും. നീ മന്നത്ത് അപ്പൂപ്പ, ഞാൻ മന്നത്ത് അപ്പൂപ്പ എന്നാണ് വിളിക്കുന്നത്. അപ്പൂപ്പനെ അറിയിക്കുമ്പോൾ മടിയിൽ വെക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കഴുത്തിലിങ്ങനെ ഒരു കുണ്ടലമുണ്ട്. അതെനിക്ക് വലിയ ആകർഷണമായിരുന്നു കുഞ്ഞപ്പോൾ. അത് ഞാൻ ഇങ്ങനെ പിടിച്ചു, ഇത് നിനക്ക് തരാം കേട്ടോ, നീ ഇങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് മടിയിൽ അദ്ദേഹത്തിൻ്റെ ആ മുഖം എനിക്ക് നല്ല ഓർമ്മ. അപ്പോൾ അന്ന് അപ്പൂപ്പനുള്ള സമയമാണ്. അപ്പോൾ അപ്പൂപ്പൻ വലുതായിട്ട് പൈസയൊന്നും കൊടുക്കില്ലല്ലോ, ചിലവാക്കത്തില്ല. വളരെ പിശുക്കനായ ഒരാളായിരുന്നു. അപ്പോൾ പലരും ചോദിക്കും, അതെന്താ അദ്ദേഹം ഇങ്ങനെ പിശുക്ക് കാണിക്കുന്നത്? ഞാൻ പറയും, എൻ്റെ ഭാര്യയും എൻ്റെ മകനും ഒരറ്റത്തൂടെ കൊടുത്തുകൊണ്ടിരിപ്പുകൊണ്ടിരി, ഞാനും കൂടെ തുടങ്ങിയാൽ എങ്ങനെയാണെന്ന് പറയുമായിരുന്നു.